അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അവയെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായിത്തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ തകരാത്ത ചങ്കുറപ്പ് നേടിയിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധ അമ്മയുടെ അമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളോട് ചേർത്ത് ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് മൗനമായി പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ ആവേ ചേർന്ന് പാടാം. ആവേ മരിയ, ആവേ 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 മരിയ. കരങ്ങൾ വീശിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവ്വയർത്തിരികിൽ കൂടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ സർവ്വയർത്തി നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുരിശൻ നമുക്ക് തന്നെ മുദ്രയിടാം. വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മൾ വായിക്കുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട്
പറഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം 9:23 നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമേതി ഹല്ലേലൂയ. വലത് കരം ഉയർത്തി ഒന്ന് ഈശോയെ എന്ന് വിളിച്ചേ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചേ. ഈശോയെ എന്ന് വിളിച്ചേ. കരങ്ങളടിച്ച് കർത്താവിനോട് കരങ്ങളടിച്ച്, കരങ്ങൾ ഉയർത്തിയടിച്ച്, കരങ്ങൾ ഉയർത്തിയടിച്ച്. ഹല്ലേലൂയ. സ്വരമേത്തി ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മുങ്ങുന്ന കർത്താവിനെ സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഡൊമിനിക് സാവിയ പുണ്യവാളൻ ചെറുപ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ അടുത്ത് പോയി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് വലിയൊരു കൃപയാണ്. എനിക്ക് മാരക പാപത്തിൽ വീഴുന്നതിന് മുമ്പ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ വിശുദ്ധനായ ഡൊമിനിക് സാവിയോ പുണ്യവാളൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, നമുക്കറിയാം ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ ഒറേറ്ററിയിലുണ്ടായിരുന്ന ഒരു ബാലനായിരുന്നു. അപ്പോൾ ഈ ഡൊമിനിക് സാവിയോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് ചോദിച്ചു, അല്ലയോ ഡൊമിനിക് സാവിയോ, അങ്ങ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പുണ്യപ്രവൃത്തികളിൽ ഏത് പുണ്യപ്രവൃത്തിയാണ് മരണസമയത്ത് അങ്ങ് ഏറ്റവും അധികം സഹായിച്ചത്? അപ്പോൾ വിശുദ്ധനായ ഡൊമിനിക് സാവിയ പുണ്യവാളൻ പറഞ്ഞു, ഡോൺ ബോസ്കോയോട് പറയാണ്, പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഭക്തിയും പ്രാർത്ഥനയുമാണ് എൻ്റെ മരണസമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ ഭക്തിയും പ്രാർത്ഥനയുമാണ് എൻ്റെ മരണസമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധ അമ്മ പറയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ദൈവത്തെ അറിയുവാൻ, ഈശോയെ അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. നിത്യവും കാത്തിടാൻ കൽപ്പേഴും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധ്യമീ ഞങ്ങളിൽ ആഴമായി വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണി നിൻ മക്കൾ കേഴുണ്ണി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയം നമുക്ക് ധ്യാനിക്കണം. ശരിക്കും ബൈബിള് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ജോൺ നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ ഈശോയുടെ ആഗമന ഉദ്ദേശം തന്നെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും ഈശോ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാര ബലിയായി കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ചതും, അതിൻ്റെ എല്ലാം ലക്ഷ്യമൊന്നേ ഉള്ളൂ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറയ്ക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ആദ്യ മനുഷ്യൻ ആദം ഹൗവ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവീക ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ചൈതന്യം
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ വായിക്കുമ്പോൾ ജലപ്പരപ്പിന് മീതെ ആത്മാവ് ചലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംഭവം ഈ പാപത്തോടു കൂടി മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നു കാണാൻ പറ്റും. സർവ്വ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവം ആ ഒരു നഷ്ടപ്പെട്ടു പോയ മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവീക ജീവൻ പരിശുദ്ധാത്മാവെന്നുള്ള സംഭവം സത്യം അത് തിരിച്ചു നൽകാൻ വേണ്ടിയുള്ള വലിയൊരു പ്രവൃത്തിയാണ് ഈശോയുടെ രക്ഷാകര പ്രവൃത്തികളിൽ നമ്മൾ മുഴുവൻ സാൽവേഷൻ ഹിസ്റ്ററി മുഴുവൻ കണ്ടുമുട്ടുന്നത് ആ ഒരു രഹസ്യമാണ്. അതൊക്കെ പറഞ്ഞു ഹല്ലേലൂയ, എല്ലാവരും ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ അപ്പം പുതിയ നിയമത്തിൽ ഈശോ അല്ലെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു ഈശോ വന്നത് തന്നെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും തരാൻ വേണ്ടി. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം തുടങ്ങുന്നത്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും അത് ഉൽപ്പത്തി പുസ്തകവുമായിട്ട് വലിയ ബന്ധമുണ്ട്. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് അവൻ നിശ്വസിച്ച് അപ്പോഴാണ് ഇവന് ജീവനുണ്ടാകും. ശരി, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാണ് ദൈവിക ജീവൻ കിട്ടുക. അപ്പോൾ അതോടെ അവന് ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ ബന്ധത്തിലാകാൻ സാധിക്കണം. പക്ഷേ അതിനുശേഷം ഈ മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ഈ ദൈവിക ജീവൻ അവൻ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആ പരിശുദ്ധാത്മാവ് ദൈവിക ജീവനെ വീണ്ടും തരുന്ന ഏറ്റവും വലിയ സംഭവമാണ് കണ്ടത്. ഈശോയിലൂടെയാണ് സംഭവം. ഈശോയുടെ കുരിശ് മരണത്തിലൂടെയാണ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. സർവ്വത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തെ ഈശോ ആദ്യ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഒരുമിച്ച് കൂടി പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാൻ ബന്ധിക്കപ്പെടും, അവർ ബന്ധിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്കറിയാം. അപ്പോൾ ഈ അതാണ് സഭയിലൂടെ നമുക്ക് ലഭിച്ച ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നതും ആരെയാണ്? പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് ലഭിച്ചിരിക്കും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോരുത്തരിലും ഈ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വചനം വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് വസിക്കുന്ന ഭവൻ. അത് തന്നെയാണ് ഈ 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-6 വചനം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുകയും നിങ്ങൾ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 19:34 നാം കണ്ടുമുട്ടുന്നുണ്ട്. പടയാളികൾ ഒരുവൻ അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ ചോരയും വെള്ളവും ഒഴുകി. അത് കണ്ടുകൊണ്ട് നിന്ന് പടയാളി അവൻ പറയുന്നുണ്ട്, കണ്ടുകൊണ്ട് പറയുകയാണ്, അവൻ കണ്ടത് സത്യമാണ് അന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒറ്റക്കണ്ണനായ പടയാളി എന്ന് പറയും. അവിടെ ഒരു സഭ പാരമ്പര്യം പറയുന്നത് ലോങ്കിനോസ് എന്ന് പറയുന്നൊരു പടയാളിയാണ് ഈശോയുടെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയത്. അപ്പോൾ ആ സമയത്ത് ഈശോയുടെ ചങ്ക് ചോരയും വെള്ളവും രക്തവും ജലവും. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ അടയാളം, രക്തം ജീവൻ്റെ അടയാളം. അതാണ് ഇവരുടെ ഈ ഒറ്റക്കണ്ണനായ അവൻ്റെ കണ്ണിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുക. അപ്പോഴാണ് ഇവർ കണ്ണു തുറക്കപ്പെട്ടിട്ട് ഇവൻ വിളിച്ചു പറയുന്നത് ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് തൊട്ടു കഴിയുമ്പോഴാണ് ഈശോയെ അറിയാൻ പറ്റുക. ഈശോ ആരാണ്, ഈശോ ദൈവമാണ്, കർത്താവാണെന്നെല്ലാം അറിയാൻ പറ്റുന്നത് എപ്പോഴും ആ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. പരിശുദ്ധാത്മാവാണ് അവരെ ഈ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം, നിത്യത്തെക്കുറിച്ചുള്ള ആദ്യ രക്ഷയെല്ലാം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. സർവ്വത്ത് പറഞ്ഞു ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഇവിടെ തന്നെ പഠിക്കണേ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ത്രിത്വത്തിലെ 3-ാമത്തെ ആളായിട്ട് നമ്മൾ വെറുതെ മാറ്റി നിർത്തരുത്. 3-ാമത്തെ ആളാണ്, പക്ഷേ 3 പേരും കൂടി നിൽക്കുന്നതും കൂടിയാണ് ഈ പരിശുദ്ധാത്മാവ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14:23 വചനം പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്നവനിൽ, ഞങ്ങൾ എന്നൊരു വാക്ക് അപ്പോൾ ത്രിയേകതയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകതയും. അതാണ് മാമോദീസ സ്വീകരിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ ഈശോ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുക്കുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കടിച്ചപ്പോൾ ഉച്ചത്തിൽ നന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നമ്മൾ നിറഞ്ഞിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 6-7 വചനത്തിൽ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയും, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരപ്രസാദത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് അവൻ നിനക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ പരിശുദ്ധാത്മ ഉജ്ജ്വലിപ്പിക്കും. അപ്പം ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടിയ, അല്ലെങ്കിൽ തിമോത്തിയോസ് ഒരു മെത്രാനായിരുന്നു, അപ്പോൾ അത് പറയുകയാണത് ആ കൈവെപ്പിലൂടെ കിട്ടിയ അഭിഷേകം ഉജ്ജ്വലിപ്പിക്കണമെന്ന് പറയും. ഉജ്ജ്വലിപ്പിച്ചാൽ മാത്രമേ നിനക്ക് തിന്മയുടെ ശക്തികളോട് നിനക്ക് പടപൊരുതാനായിട്ടും സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആത്മാക്കളെ സ്വന്തമാക്കിയെടുക്കാനും പറ്റുകയുള്ളൂ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ന്റെ 15, 16, 17 വചനമുണ്ട്. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നാൽ പറഞ്ഞിട്ട് പറയും, എന്നാൽ ഈ സഹായകനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല, കാരണം ലോകം അവനെ അറിഞ്ഞിട്ടില്ല, അറിയാൻ സാധിക്കുകയില്ല. നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, അവൻ നിങ്ങളിലായിരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. തിരുസഭ തന്നെ ഇതിൽ ഒരുമിച്ച് കൂടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നു പരിശുദ്ധ സഭയിലെ കൂദാശകളിൽ മുഴുവൻ നിറഞ്ഞിൽക്കുന്നു പരിശുദ്ധാത്മാവ്. സഭ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗ്രേസ് ഈ ത്രിയേക ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ അതാണ് ഓരോ ആശീർവാദ കർമ്മങ്ങളും സഭ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന മധ്യത്തിലുള്ള ആശീർവാദവും ത്രിയേക ദൈവത്തിൻ്റെ കൃപകളാണ് നമ്മിലേക്ക് തിരുസഭ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി ഈശോയെ എന്ന് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുക എന്നുള്ളതാണ്, അഭിഷേകത്തിൽ ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ, നമുക്ക് ഉദാശകൾ കിട്ടിയതല്ലേ, ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ട ആവശ്യം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ചെയ്തു നമ്മൾ കിട്ടി പിന്നെ പരിശുദ്ധം വിളിക്കുന്നതിന് ഓൾറെഡി വന്നിട്ടുള്ളതല്ലേ നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ ആത്മാവ് നമ്മളിലുണ്ട്, തീർച്ചയായും. പക്ഷെ അത് ഉജ്ജ്വലിക്കപ്പെടണം. ഉജ്ജ്വലിക്കപ്പെടുമ്പോഴാണ് ആ ജ്വലനം കൂട്ടണം. അതത് വീണ്ടും സ്വർഗം അത് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉജ്ജ്വലിക്കും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിച്ച്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്രോൾ തീ കൊടുത്താലേ അത് ജ്വലിക്കുള്ളൂ, പ്രകാശം വരുത്തുന്നത് കാണാൻ പറ്റും. നമ്മുടെ കയ്യിൽ തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തിരി കത്തിച്ചാൽ മാത്രമേ അതിന് പ്രകാശിക്കാനായിട്ട് പറ്റുള്ളൂ. ബൾബുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് അത് പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിലും അത് പ്രവർത്തന നിരതമാക്കുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ആക്റ്റീവ് ആകാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പറയും ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഉച്ചത്തിൽ കൈയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി ഈശോയെ എന്ന് വിളിച്ചു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് അതാണ് ഏറ്റവും. അതുകൊണ്ട് ഈശോയുടെ പരസ്യജീവിതം ഈശോ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലൂക്കാസ് സുവിശേഷം 4:18 പറയും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധുതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ അവസരം ഇത് പ്രഘോഷിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഈശോ പറയുമ്പോൾ ഈശോ പറഞ്ഞു തുടങ്ങും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ടാണ് ഈ ബന്ധനം അഴിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അന്ധർക്ക് കാഴ്ച കൊടുക്കാനും അല്ലെങ്കിൽ ഒരു രക്ഷ മുഴുവൻ സാധിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് വ്യക്തമായിട്ട് പറയാം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 2 കരമൈ അടുത്തൊന്ന് സ്തുതിച്ചിട്ട് അടുത്തൊരു വചനത്തിലേക്ക് കടക്കണം. വളരെ പ്രധാനപ്പെട്ട വചനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകളടിച്ച് പാടി കർത്താവിനെ കരമുടിയേർത്തിയടിച്ച് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ആത്മസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുതിയൊരു നദിയായി. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15:10 പറയും, ഞാൻ എന്തായിരിക്കും ദൈവകൃപയാലാണ്, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല ഈ ദൈവകൃപ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും സഭയുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ബിൽഡിങ്ങുകളോ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ ആൾവലിപ്പ് പരിശുദ്ധാത്മാവാണ്. അത് നമ്മുടെ ഏറ്റവും ദൈവത്തിൻ്റെ ആത്മാവാണ് ഏറ്റവും വലിയ സ്വത്ത്. അതാണ് നമ്മുടെ ഏറ്റവും. അതുകൊണ്ട് സഭയെ തകർക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുന്നത് ഇതിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പക്ഷേ ഇതുണ്ടെന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് അനുഭവത്തിലേക്ക് കയറി വരണം. 2 കൊരിന്ത്യർ ഹല്ലേലൂയ, ഒറ്റ വിളി ഈശോയെന്ന് വിളിച്ച് ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പ് നമ്മുടെ കട്ടപ്പനയെ വെച്ച് ഞാനിങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പം ഇപ്പം കുറേ സീരിയസ്. അപ്പം ഞാൻ ഈശോ സന്ദേശം കൊടുത്തു. എൻ്റെ പരിശുദ്ധ ആളുകൾ വരുമ്പോൾ എനിക്കറിഞ്ഞുകൊണ്ട് എൻ്റെ കൂട്ടുകൾ കരയാൻ തുടങ്ങി. കാരണം വരുമ്പോൾ ആളുകളുടെ രഹസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിശുദ്ധമാകുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരോട് തന്നെ നമ്മളങ്ങ് പറയുക. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇവർ കരയാൻ തുടങ്ങുക. അപ്പോൾ ഇതെങ്ങനെ ഒരു പ്രശ്നം ഭയങ്കര പേരോട്ട് കാണിച്ചത്. അപ്പോൾ ഒരു രസകരമായ സംഭവം എനിക്കുണ്ടായിരുന്നു. ഞാനെങ്കിലും ഒരു സഹോദരിയും അദ്ദേഹവും ആ സഹോദരിയും ഹസ്ബൻഡും വൈഫും കൂടെ എടുത്തത്. അപ്പം അതിന് പെട്ടെന്ന് പക്ഷേ ഞങ്ങളുടെ അമ്മായിയും ഈ ഭർത്താവിൻ്റെ അമ്മ ഭയങ്കര ദേഷ്യമാണ്. ഈ മരുമകളോട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വഴക്കാച്ച, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അമ്മായിമ്മ ഭയങ്കര പ്രശ്നത്തിലാണ്. ചെന്ന് പ്രാർത്ഥിക്കണം. കുറേ വർഷങ്ങളായ പ്രശ്നമാണ്. ഇപ്പം ഇവർക്ക് പ്രായമുണ്ട്. ഇവർ ഈ ഹസ്ബൻഡും വൈഫ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെ പോലും 50 വയസ്സ്, അറൗണ്ട് 50 ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളൊരു കാര്യം, ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കാണിച്ചു തന്നിട്ട് ഞാൻ ചോദിക്കുവേ, ഇവനോട് ചോദിക്കാം, ഈ മകൻ അവനോട് ചോദിക്കും. ഞാൻ പറയുന്നത്, നീ ഇങ്ങനെ വല്ല കിണറ്റിൽ വല്ലതും അപകടപ്പെട്ടുണ്ടോ? അപ്പോൾ വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കാര്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു? ഓ ശരിയാച്ചാ, ഞാൻ വെള്ളത്തിൽ പോയി ഇങ്ങനെ കിണറ്റിൽ ഇങ്ങനെ സംഭവിച്ചു, രോലി പോലത്തെ ഒരു സംഭവത്തിൽ പോയപ്പോൾ എൻ്റെ അമ്മായിമ്മ അവൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് പറഞ്ഞു. ആ ഒരു ഭയം തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, അന്ന് തൊട്ട് ഒരു ഭയം അമ്മയുടെ ഉള്ളിൽ കയറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവളെ കാണുമ്പോൾ, ഈ മരുമകളെ കാണുമ്പോഴത്തേക്ക് ഈ അമ്മായിമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, മറ്റ് പേടിക്കപ്പെടും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളും പറഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹീലിംഗ് ആ കുടുംബം നടക്കുന്നത് കാണാൻ പറ്റും. ഒറ്റ നിമിഷം കൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നവും തീർന്നു, ബന്ധനം ഒഴിഞ്ഞു. കർത്താവ് ആ കുടുംബത്തിലേക്ക് സമാധാനത്തിൻ്റെ ആത്മാവിനെ വർഷിച്ചു. ചില മേഖല കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, അത് വെളിപ്പെടുത്ത. ഇതെല്ലാം പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ. അതല്ലേ പൗലോസ് 1 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. സർവ്വത്ത് പറഞ്ഞു ഹല്ലേലൂയ. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ കുറിച്ച് തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തു. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് അത് പരിശുദ്ധമുണ്ടത്. അല്ലാതെ അതല്ലേ പ്രവാചകന്മാരിലൊക്കെ കണ്ടിട്ടില്ലേ, വിശുദ്ധിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പരിശുദ്ധാത്മ ഒരുപാട് പരിഹസിച്ചിട്ടുള്ളൂ തന്നെ. സോ ഐ ടെൽ യു ഫ്രാങ്ക്ലി, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൈബിളിനെ ദുർവ്യാഖ്യാനം നടത്തുന്നു, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നു, നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു ശക്തി പോലെ, സംഭവം പോലെ. അത് ശരിക്കും ദൈവ സാന്നിധ്യത്തെയല്ലേ നമ്മൾ പരിഹസിക്കുന്നത്. ഈ കുർബാനയൊക്കെ പരിഹസിക്കുമ്പോൾ പരിശുദ്ധ ദൈവത്തിനെ അതിരെ പോകുന്നത്. പരിശുദ്ധ നമ്മൾ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമൊരു സാന്നിധ്യം. പിതാവുള്ളടത്ത് പുത്രൻ തമ്പുരാനുണ്ട്, പുത്രനുള്ളടത്ത് പരിശുദ്ധാത്മാവുണ്ട്. അത് തൃത്വമാണ് ഒരുമിച്ച്. അല്ലെ പിതാവ്, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ മാംസം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അരൂപി നമ്മൾ വളരാത്തതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ തീരുമാനങ്ങളെല്ലാം പ്രശ്നം, കുടുംബം, പഠിത്തം, ഭാവി, ഇതെല്ലാം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ
നമ്മൾ തോൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും നമ്മൾ വിജയിച്ചേക്കുക. പക്ഷെ വിജയിക്കില്ല, മുഴുവൻ പ്രശ്നമായിരിക്കും. രണ്ട് കരമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാം എല്ലാവരും ചേർന്ന് നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാം കെട്ടുവഴിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 എല്ലാവരും എഴുന്നേറ്റ് കൈകളടിച്ച് പാടി ആരാധിക്കാം. ഫലങ്ങൾ ഉയർത്തി അടിച്ച് ഫലങ്ങൾ ഉയർത്തി അടിച്ച് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവേ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരിൽ ഭോജിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ ആരാധന ആരാധന അഭിഷേകം, ഹല്ലേലൂയ ആരാധന അഭിഷേകം, ഹല്ലേലൂയ ആരാധന അഭിഷേകം. കൈകളടിച്ചു പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയോടെ ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരിൽ ഭോജിതരായല്ലോ. സ്ഥാപനത്തിലുള്ള ശക്തികളെ ബന്ധിക്കുന്നു, നാമത്തിൽ ബന്ധിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും കുടുംബത്തിലും ജീവിതത്തിലുള്ള തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോ കരമുളിയോട്ട് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ രണ്ട് കരമയത്ത് കണ്ണാട് സ്തുതിക്കുന്നു. പരോക്ഷ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു
ശ്വാസകോശ സംബന്ധമായ ലങ്സ് സംബന്ധമായ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ക്യാൻസർ പോലത്തെ രോഗമുള്ള ഒരു മകളെ കർത്താവ്, ലങ്സിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ഒറ്റ വിളിച്ചോയെ. ഈ കൂട്ടായ്മയിലുള്ള 814 കുടുംബങ്ങളിലെ പൈശാചിക ശക്തികളെ ദൈവദൂതന്മാര് ബന്ധിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് നിരാശയിലും കുടുംബ പ്രശ്നത്തിലും കഴിയുന്ന കുടുംബങ്ങളിൽ കർത്താവിന്റെ ദൈവദൂതന്മാർ എന്നിട്ട് അവിടെയുള്ള പൈശാചിക പീഡകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നതാണ് കാണിച്ചത്. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.